ഹായ് അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നേരിയത്തിരിക്കാണ്. ഒരു 3/4 കൈപ്പാട്ട വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് 2 കുഞ്ഞു ഗ്ലാസ്സായി. എൻ്റെ അമ്മ വിട്ടേം പാട് കുറച്ച് വേണം മക്കളെ. അതെന്താ അത് വെള്ളം കുടിയാനത്. ഇതൊന്നിതാ വാട്ടിയെടുക്കണം. ഇത് നമ്മൾ ഇട്ടേം പാട് തന്നെ ഒരാളിടാണ്, ഒരാൾ ഇളക്കാനും വെക്കണ്ടില്ല. അമ്മായി പൊടി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. കത്തിലിടാനാണ്. വെള്ളം കുറയാനും പറ്റൂല, വെള്ളം കൂടാനും പറ്റൂല. അങ്ങനത്തെ ഒരു ഇതാണല്ലോ നമ്മളെ നേരിയത്തിരിയുടെ സംഭവം. തീ ഒന്ന് ചെറുതാക്കിയിട്ട് ഞാൻ ഇതൊന്ന് നല്ലോണം ഒന്ന് ചൂട് തന്നെ കുഴക്കാൻ. പണ്ടത്തെ അരി ആവതില്ല മക്കളെ. 2 അരി കൊണ്ടൊക്കെയാണ് ആക്കണ വേണ്ടിയില്ലേ. ഞാനിവിടെ ഈ പത്തിരി ചൂടല്ലേ. നിങ്ങൾ കണ്ടില്ലല്ലോ അമ്മമാര് പത്തിരി അവിടെ ചൂടുന്നത്. ഇതെനിക്ക് വലിയ റിസ്ക്കാണ്. എൻ്റെ കൈയൊക്കെ ഭയങ്കര വേദനയാണ്. ഇത് ചപ്പാത്തിയൊക്കെ റിസ്ക്കാണ്. ചപ്പാത്തി പൊടി കുഴക്കാനും പരത്താനൊക്കെ കൈ വേദന. പിന്നിപ്പോൾ എന്താ ചെയ്യുക? തിന്നണ്ട മനുഷ്യർക്ക്. തിന്നാഞ്ഞാലും കഴിയൂലല്ലോ മക്കളെ. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് ഇങ്ങനെ ഇക്കട്ടെ. നമുക്ക് ഒന്ന് ചൂടാറിയിട്ട് കുഴക്കണം. എന്താ പത്തിരിയാണ് അത്. അങ്ങനെ ഇതാ നമ്മൾ പത്തിരി ഓട്ടിൽ ഇട്ടിട്ടുണ്ട്. ഓട്ടിലല്ല കേട്ടോ, പത്തിരി എണ്ണ വെച്ചിട്ടാണ് ഇടുക. അങ്ങനെ വെന്തിപ്പെട്ടെ ഇവിടെ അങ്ങനെ പറ്റിയിടാൻ പറ്റില്ല. ഇവിടെ വെളുത്തോ നമുക്കെല്ലാം ഉണ്ടാക്കി തരാം. ഇതെന്താ ഉണ്ടായി കൊടുക്കും. അങ്ങനെ നമ്മൾ ഓരോന്ന് എടുത്തും കൊണ്ട് ചുട്ടും കൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ. പത്തിരി കാണാൻ ഇനി കുറച്ചും കൂടെ താത്തണല്ലേ. താത്തുന്നൊക്കെ കാണില്ല. ഇതൊന്നാലും ഈ കഴി ഇതിങ്ങനെ ഉള്ളിങ്ങനെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ഹലോ വാട്ടട്ടോ. അത് വാട്ടി കുഴച്ചാണ് കേട്ടോ. നേരത്തെ കണ്ടല്ലോ നിങ്ങൾ. ഞാൻ വാട്ടുന്നത് നേരത്തെ കണ്ടില്ലേ. ഇതൊക്കെയാണ് വാട്ടി കുഴച്ചത്. അതേ അങ്ങനെ ഉരുളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എൻ്റെ പേരക്കുട്ടി പരത്തുന്നുണ്ട്. ഇത് ഞാൻ ചുടുന്നുണ്ട്. ഇതോടെ വെന്തിട്ടെ കുറച്ച് ചുട്ടിട്ട് കാണും. തല കിട്ടൂലേ ഇട്ട മക്കളെ. വേഗട്ടെ. ഒന്നിതാ ബന്ധു കിട്ടി. പുട്ടുംപൊടി ഇട്ടാൽ നന്നാവും അല്ലേ. ഇത്തിരി വെള്ളം കുറച്ചാൽ ഇതമ്മ പറഞ്ഞേക്കാം. പുട്ടുംപൊടി കൊണ്ട് പത്തിരി ഇടാൻ പറ്റും. പുട്ടും ചൂട പത്തിരി ഇപ്പം ആവട്ടെ. മറിച്ചിട്ടു. ഫുള്ളും വേവട്ടെ. ഇതാ നമ്മളെ പത്തിരിയൊക്കെ വെന്ത് റെഡി ആകുന്നുണ്ട്. വേറെന്താ വിശേഷം? പിള്ളേരെ എല്ലാവർക്കും സുഖമല്ലേ മക്കളെ? മാൻ്റെ മക്കൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? സുഖവും സമാധാനവും സന്തോഷവും ആയുസ്സും ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ മക്കളെ. എല്ലാ രോഗത്തിൽ നിന്നും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മാറാരോഗത്തിൽ നിന്നും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ചെറിയ ചെറിയ അസുഖം അള്ളാഹു ശിഫാക്കി തരട്ടെ. നല്ല വേവാണ് കേട്ടോ. ഈ നേർമപ്പത്തിരി ആകുമ്പോൾ നന്ന നേർങ്ങനെ പരത്തിയിട്ട് നമ്മൾ ചുടുമ്പോൾ വേമ്പേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്ന് പൊള്ളി കിട്ടും. ഇത് പൊള്ളണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും. അപ്പോൾ അങ്ങനെ 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 പൊത്തി കളിക്കണമെന്നില്ല. നല്ലോണം വേവട്ടെ. ഇതിട്ടാ കുറച്ച് എണ്ണ അടിച്ചെടുക്കുക. നല്ലോണം പൊള്ളിയിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി എണ്ണ വേണം. അല്ലാണ്ട് ഇങ്ങോട്ട് ചുട്ട മയത്തേ പറ്റില്ല. ഇങ്ങോട്ട് നേരത്തിന് പറ്റും കേട്ടോ. നല്ല നന്നായിട്ടുണ്ട്.
ഇതാവട്ടെ. ആകട്ടെ മക്കളെ. വേറെന്തുവാ വിശേഷം? എന്താ കറിയുണ്ടോ? കറി ഇതേ ഇറച്ചിക്കറി ഇതാണ്ടോ. ഇറച്ചിക്കറിൻ്റെ ചട്ടിയാണിത്. എനിക്കങ്ങനെ കാണുന്നു ചെയ്യാതാണ്ടോ ഇറച്ചിക്കറി. ഇങ്ങനുണ്ട് ചുടാൻ. പച്ചക്കറി, ഇത് ഇറച്ചിക്കറി. ഇറക്കുന്ന കൈകൾ കൊണ്ട് വീരണ്ടോരി പുള്ളിമാനെ പിടിക്കാം നോക്കി. വറുക്കണ കൈയല്ലേ എൻ്റെ കൈ ഇങ്ങനെ വറുക്കും മക്കളെ. അതാണ് ആ പാട്ട് പാടിയത് കേട്ടാ. ഇറക്കുന്ന കൈകൾ കൊണ്ട് വീരണ്ടോരി പുള്ളിമാനെ പിടിക്കാൻ നോക്കി. എൻ്റെ മുഖം കാണുന്നില്ലല്ലോ ലേ. മുഖം കണ്ടാൽ ഇത് കാണൂല കേട്ടോ. ഇതാണ് മുഖം കാണാത്തത്. അല്ലാ റബ്ബേ. വെള്ളം തിന്ന് നോക്കിയേട്ടാ. നല്ല ദിവസമുണ്ട്. കുറേ ആയി ഞാൻ ഇത് തിന്നിട്ട്. അങ്ങനെ ഇതിൽ ലസം കൂടെ പീച്ചി. നിങ്ങൾ കാണാത്തതും ചൂടാത്തതും തിന്നാത്തതൊന്നും അല്ല. എന്നാലും നിങ്ങളെ ഉമ്മ ഉണ്ടാക്കുന്നത് നിങ്ങളൊക്കെ ഒന്ന് കാണുക, ഉമ്മാനെ സഹകരിക്കുക. അല്ലാണ്ട് ഇതെല്ലാവരും ചുടുന്നത് തിന്നണതിനാണ് മക്കളെ. അമ്മ എന്തെങ്കിലുമൊക്കെ എടുത്തിടുന്നതാണ്. ഒന്നും ഇല്ല ഇടാൻ. എന്താ ചെയ്യുക? അപ്പം നിങ്ങളൊന്ന് സഹകരിക്കുക അമ്മാനോട് കേട്ടോ മക്കളെ. മറക്കല്ലേ. ഇട്ടൊക്കെ ഒന്ന് എടുത്തേക്കട്ടെ മക്കളെ. ഇപ്പം നമുക്ക് എടുത്ത് വെക്കണം. അങ്ങോട്ട് എടുത്ത് വെക്കണം, അങ്ങോട്ട് എടുത്ത് വെക്കണം. കഴിഞ്ഞില്ല. ഇത് പോയിരുന്നോ? പോയിരുന്നു. ഞാൻ കമ്മോണെങ്കിൽ എൻ്റെ കുമ്മോണം കഴിയണം. ഇതാ കോഴിയിറച്ചി വരട്ടിയത്. ഇതാ പച്ചക്കറി, ഉച്ചക്കലത്തെ പച്ചക്കറി. കൈയിരിക്കും നിങ്ങൾ. ഇതൊക്കെയാണ് പത്തിരി ചുട്ടത്. നല്ല അടിപൊളി പത്തിരി കേട്ടോ. അതണ്ട കൊയങ്ങിക്കും പൊള്ളിയും ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി പത്തിരിയാണ്. ഇതാ തിന്നായിരിക്കണ്. പാത്തുൻ്റെ ഒപ്പൻ്റെ ഒപ്പം അങ്ങോട്ടോ പോയതാട്ടോ. അതിനെക്കൊണ്ട് പാത്തില്ല. ഇതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ബാക്കിയും കൂടെ ചുട്ട് കഴിഞ്ഞു. ഒരു തിരക്കൊന്ന് തിന്നുന്നു. ഇതാ ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഒക്കെ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ് മക്കളെ.